നടൻ ശ്രീനിവാസനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത ഒരു അഭിനയ പ്രതിഭ അല്ലെങ്കിൽ ഒരു അതുല്യ പ്രതിഭയായിരുന്നു നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും, അദ്ദേഹം അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും നമ്മെ കുടുകൂടെ ചിരിപ്പിക്കുകയും അതിലുപരി നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നർമ്മരൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവതരണം അത് മലയാളി എന്നെന്നും ഓർക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ മണിമുഴക്കം 1976 മണിമുഴക്കമാണ്. അതുപോലെ തന്നെ നടൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഓടരുതമ്മാവ ആളറിയാം. അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമള. അതുപോലെ തന്നെ നടൻ ശ്രീനിവാസന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ചിന്താവിഷ്ടയായ ശ്യാമള. വർഷം 1998. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് തിരക്കഥ എഴുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രകാശൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം 2025 അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പാട്ടിയം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 2025 ഡിസംബർ മാസം 20 ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വേർപാട്, നടൻ ശ്രീനിവാസൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് എന്നും ഒരു തീരാനഷ്ടം തന്നെയാണ്.